വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞാൻ ട്വിറ്ററിലൂടെ കടന്നുപോയപ്പോൾ മിർ ബലൂച്ച്, ബലൂച്ചിസ്ഥാനിലെ ഫ്രീലാൻസ് ജേർണലിസ്റ്റ് ആണെന്ന് പറയുന്ന മിർ ബലൂച്ച് അവര് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് കണ്ടു. അതായത് ഈ അമേരിക്ക ബലൂച്ചിസ്ഥാനിൽ റെയർ എർത്ത് മെറ്റൽസ് ഖനനം ചെയ്യാനായിട്ട് എത്തുന്നുണ്ടല്ലോ, അമേരിക്കയ്ക്ക് അവിടെ എത്താനായിട്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇപ്പൊ ലോകക്രമം മാറി. ബലൂച്ചിസ്ഥാനിൽ അങ്ങനെ എങ്ങനെയൊന്നും ഇടിച്ചു കയറി വരാൻ അമേരിക്കയ്ക്ക് സാധിക്കില്ല. കാരണം തൊട്ടപ്പുറത്ത് ഇറാൻ കിടപ്പുണ്ട്. ഇറാനുമായിട്ട് അമേരിക്കയ്ക്ക് വലിയ ഉടക്കാണ്. ഇറാനെ ബോംബറുകളിൽ കൊണ്ട് ഇറാന്റെ ആണവ നിലയങ്ങളിൽ ബോംബിട്ടു എന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. ഇപ്പുറത്ത് ഇന്ത്യ കിടപ്പുണ്ട്. ഇന്ത്യ താഴെ ഇന്ത്യൻ ഓഷനാണ്, ഇന്ത്യക്ക് അപ്രമാദിത്വമുള്ള ഇന്ത്യൻ ഓഷനാണ്. അപ്പൊ അതുവഴി വരാനായിട്ട് സാധിക്കില്ല. കാരണം ഇന്ത്യ ആ ഒരു ഇമ്പോസിബിൾ ആണ്. കാരണം ഇന്ത്യൻ ഓഷനിൽ നമ്മുടെ ഒരു അതിർത്തി ലംഘിച്ചുകൊണ്ട് വരാനായിട്ട് സാധിക്കില്ല. അല്ലെങ്കിൽ ഇന്ത്യയുടെ അനുമതി എടുക്കണം, ഇന്ത്യ കൊടുക്കാനും പോകുന്നില്ല. പിന്നെ അടുത്തത് മുകളിൽ കിടക്കുന്ന അഫ്ഗാനിസ്ഥാനാണ്. അഫ്ഗാനിസ്ഥാൻ അമേരിക്ക അടക്കി ഭരിച്ച് നശിപ്പിച്ച ഒരു രാജ്യമാണ്. അതുകൊണ്ട് അഫ്ഗാനിസ്ഥാനിലെ ബഗ്രാം വ്യോമത്താവളം വഴി ഇങ്ങോട്ടേക്ക് വരാമെന്നുള്ളൊരു വഴിയായിരുന്നു നമ്മുടെ അമേരിക്ക കണ്ടിരുന്നത്. പക്ഷേ അത് എല്ലാവരും സംയുക്തമായിട്ട് എതിർത്തു. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായി. താലിബാൻ പറയുന്നത് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആരാണെന്ന് നിങ്ങൾ അറിയും എന്നാണ് അമേരിക്കയോട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പുറത്ത് ചൈന കിടക്കുകയാണ്. ചൈനയ്ക്ക് 100% താരിഫ് അടിച്ചു കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് വലിയ രീതിയിലുള്ള അമർഷം ചൈനയ്ക്കുണ്ട്. അപ്പം ചുറ്റും ഈ ബലൂച്ചിസ്ഥാന് ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളെല്ലാം തന്നെ അമേരിക്കയ്ക്ക് എതിരായിട്ടുള്ള രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഒരു വഴി അതിന് കണ്ടെത്തിയിട്ടുണ്ട് ബലൂച്ചിസ്ഥാനിലേക്ക് കയറിപ്പറ്റാൻ. അത് നമ്മൾ വളരെ കളിയാക്കി എടുക്കുന്ന നാറ്റോ, പാകിസ്ഥാൻ സൗദി അറേബ്യയായിട്ട് ഒരു കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട്. അതായത് സൗദി ആരെങ്കിലും ആക്രമിച്ചാൽ ഞങ്ങൾ വരും, പാകിസ്ഥാനെ ആരെങ്കിലും ആക്രമിച്ചാൽ നിങ്ങൾ വരണം എന്നുള്ള ഒരു കരാറാണ് അവിടെ ഒപ്പിട്ടിരിക്കുന്നത്. ആക്ച്വലി അതല്ല യഥാർത്ഥത്തിൽ ആ കരാറിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ആ കരാറിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ US-ന്റെ ഫണ്ട്, സൗദിയുടെ ഡിപ്ലോമസി, പാകിസ്ഥാന്റെ മസിൽ പവർ, ഇത് മൂന്നും ഉപയോഗിച്ച് ബലൂച്ചിസ്ഥാനാണ് അടുത്ത റിയൽ ബാറ്റിൽ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ആ ബലൂച്ചിസ്ഥാനെ പിടിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളും, പല രാജ്യങ്ങളും ഇവിടെ പല രാജ്യങ്ങളുടെയും പല പ്രോജക്റ്റുകളും ഇവിടെ അമേരിക്കയ്ക്ക് തകർക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഒരു നീക്കം എന്ന് പറയുന്നത്. പോരാതെ തന്നെ ബലൂച്ചിസ്ഥാനിൽ അൺടാപ്ഡ് ഓയിൽ ഫീൽഡ്സ് ഉണ്ട്. ഈ ഓയിൽ ഫീൽഡ്സിനെ ആര് നിയന്ത്രിക്കുന്നുവോ അവര് പവർ കൺട്രോൾ ചെയ്യും എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ പൊതുവെ ഉള്ള ഒരു പോക്ക് എന്ന് പറയുന്നത്. ഓയിൽ ഫീൽഡ്സിനെ ആര് നിയന്ത്രിക്കുന്നു അവർ പവർ കൺട്രോൾ ചെയ്യും. ഇപ്പം നമുക്കറിയാലോ, GCCയുടെ ഓയിൽ ഫീൽഡുകളെല്ലാം നിയന്ത്രിക്കുന്നത് അമേരിക്കയാണ്. ഇപ്പൊ സൗദി അറേബ്യയുടെ അരാംകോ ഒക്കെ അമേരിക്കയാണ് അവിടെ ഖനനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ വെനിസ്വേലയുടെ ഇപ്പൊ അമേരിക്ക പിടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അവിടുത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള മഡൂറോ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവസാനം അയാൾ അടിയറവ് പറഞ്ഞു, ഞാൻ തരാന്ന് പറഞ്ഞു, എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ. കാരണം അയാളെ കംപ്ലീറ്റ് ആയിട്ട് ആ രാജ്യത്തെ കപ്പൽ കൊണ്ട് വളഞ്ഞ് അവിടെ നിന്ന് ഒരു വെസൽ പോലും ഇറക്കാൻ പറ്റാത്ത രീതിയിൽ അമേരിക്ക ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിന്റെ പേരിലാണ് ആക്രമിക്കുന്നത്? അവിടെ നിന്ന് മയക്കുമരുന്ന് കടത്ത് അമേരിക്കയിലേക്ക് ഉണ്ട് എന്നുള്ളൊരു ഫേക്ക് നെറേറ്റീവ് ഉണ്ടാക്കിയിട്ടാണ് വെനിസ്വേല ആക്രമിക്കുന്നത്. ഓയിൽ ഫീൽഡ് സമ്പൂർണ്ണമായിട്ട് പിടിച്ചെടുത്തു. അങ്ങനെ അപ്പൊ അങ്ങനത്തെ ഒരു രീതിയിൽ മുന്നിലേക്ക് പോകുമ്പോഴാണ് ഈ റെയർ എർത്ത് മെറ്റൽസിന്റെ കാര്യം വരുന്നത്. അത് ബലൂച്ചിസ്ഥാനിൽ വളരെ അതിഭീകരമായിട്ടുണ്ട്. അത് മാത്രമല്ല ബിജേട്ടാ, ഈ അഫ്ഗാനിസ്ഥാനെ തളയ്ക്കേണ്ടത് അമേരിക്കയുടെ ഒരു ആവശ്യമാണ്. കാരണം നമ്മൾ ഈ താലിബാനെ വിളിച്ചു വരുത്തിയിട്ട് വെറുതെ അല്ല നമ്മൾ ഈ അരിപൊരി ശർക്കര ഉണ്ടൊക്കെ കൊടുത്തു വിടുന്നത്. അപ്പൊ പല ആൾക്കാരും അതിനകത്ത് താലിബാൻ ഭീകരവാദികളാണ്, മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ പറയുമ്പോഴും നമ്മൾ അവരെ വിളിച്ചു വരുത്തിയതിന് പ്രധാനപ്പെട്ട നമുക്ക് പല ലക്ഷ്യങ്ങളുണ്ട്. അത് TAPI എന്ന് പറയുന്ന ഒരു പൈപ്പ് ലൈൻ തുർക്ക്മെനിസ്ഥാനിൽ നിന്ന് അഫ്ഗാനിസ്ഥാൻ ടു ബലൂച്ചിസ്ഥാൻ ടു സിന്ധ് ടു ഇന്ത്യ അങ്ങനെ വരുന്നുണ്ട്. നാച്ചുറൽ ഗ്യാസിന്റെ പൈപ്പ് ലൈൻ ആണ്. ലോകത്തിലെ തന്നെ 4ാമത്തെ ഏറ്റവും വലിയ നാച്ചുറൽ ഗ്യാസ് ഉള്ള രാജ്യമാണ് തുർക്ക്മെനിസ്ഥാൻ എന്ന് പറയുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റ് ഇസ്ലാമിസ്റ്റ് ഭരണകൂടമാണ് അവിടെ ഉള്ളത്. 2015 നരേന്ദ്രമോദി അങ്ങോട്ടേക്ക് പോയപ്പോൾ ഇവിടെയുള്ള സുഡാപ്പികളും കമ്മികളും ടൂർ പോകുന്നു എന്ന് പറഞ്ഞ് കളിയാക്കി. ആ സമയത്ത് തുർക്ക്മെനിസ്ഥാനിൽ ആ പൈപ്പിന്റെ പണി പൂർത്തിയായി കഴിഞ്ഞു. അഫ്ഗാനിസ്ഥാനിൽ ഭരണത്തിന്റെ ഒരു ഇൻസർജൻസി ഉണ്ടായിരുന്നു. താലിബാൻ വന്നപ്പോൾ നമുക്ക് അവർക്ക് തവിടും പിണ്ണാക്കൂട്ട് കൊടുത്ത് നമ്മൾ അവിടെ മെരുക്കിയെടുത്ത് നമ്മൾ എന്ത് ചെയ്തു, അവിടെയും അതിന്റെ പണി പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഇനി പാകിസ്ഥാൻ വഴി കയറി വേണം ഇത് ഇങ്ങോട്ടേക്ക് എത്താൻ. അത് ബലൂച്ചിസ്ഥാനിലെത്തും. അവിടെ നിന്ന് സിന്ധ് കട്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് ആ പൈപ്പ് ലൈൻ എത്തും. ആ പൈപ്പ് ലൈൻ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ പാകിസ്ഥാനിലാണ് ഒരു ഹൈ ടെൻഷൻ മോഡ് നിൽക്കുന്നത്. അപ്പൊ ആ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം റഷ്യ നമ്മളെ ഇന്ത്യയിൽ താലിബാൻ വന്നപ്പോൾ മോസ്കോയിൽ ഈ താലിബാനെ വിളിച്ചിട്ട് ഒരു മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഒരു പൈപ്പ് ലൈൻ ഇടുന്നുണ്ട്, അപ്പം ഇന്ത്യയുടെ പൈപ്പ് ലൈൻ പ്ലസ് ഞങ്ങളുടെ പൈപ്പ് ലൈൻ, ഈ രണ്ടെണ്ണത്തിന് നിങ്ങൾക്ക് സംരക്ഷണം തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു സെറ്റപ്പിലാണെങ്കിൽ താലിബാൻ കണ്ണും പൂട്ടി സമ്മതിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ തരാമെന്ന് പറയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ ഉടനെ തന്നെ പാകിസ്ഥാൻ താലിബാനിൽ വ്യോമാക്രമണം നടത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അപ്പൊ യഥാർത്ഥത്തിൽ ഇത് റബലിയൻ വ്യോമാക്രമണമല്ല, ഇത് റിസോഴ്സസിനും റൂട്ട്സിനും വേണ്ടിയിട്ടുള്ള വ്യോമാക്രമണമാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ആ ഒരു സാഹചര്യത്തിൽ ബലൂച്ചിസ്ഥാനിൽ നിന്ന് മിർ ബലൂച്ച് ഇട്ടിരിക്കുന്ന ഒരു റിപ്പോർട്ടുണ്ട്. അതായത് ഈ താലിബാൻ
ഈ റെയർ എർത്ത് മെറ്റൽസ് ഉള്ള ഈ ഖറാൻ അടക്കമുള്ള പ്രവിശ്യ ഉണ്ടല്ലോ, അവിടെ മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക് മിനറൽസ് ഉണ്ട്. അവിടെ ക്രോമൈറ്റ്, കോപ്പർ, അയൺ ഓർ, മാർബിൾ പോലെയുള്ള വലിയ മെറ്റൽസ് ഉണ്ട്. പോരാത്തതിന് ഇറാന്റെ കോറിഡോർ ഇറാൻ ഒക്കുപ്പൈഡ് ബലൂചിസ്ഥാനിൽ വരുന്നുണ്ട്. അപ്പം ഇതിനെല്ലാം തകർക്കണമെങ്കിൽ അമേരിക്കയ്ക്ക് ആത്യന്തികമായിട്ട് ബലൂചിസ്ഥാൻ പിടിച്ചെടുക്കണം. ഇറാൻ ഒക്കുപ്പൈഡ് കോറിഡോർ, ഇറാന്റെ കോറിഡോർ, നമ്മുടെ പൈപ്പ് ലൈന്, പോരാത്തതിന് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ്, ഇതെല്ലാം ബലൂചിസ്ഥാനിലൂടെയാണ് കടന്നു പോകുന്നത്. പിന്നെ ഈ അഫ്ഗാനിസ്ഥാൻ ഒന്ന് സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ ഈ ഏഷ്യയുടെ സമ്പൂർണ്ണമായിട്ടുള്ള പവർ സോഴ്സുകൾ കൊണ്ടുവന്ന് ചബഹർ തുറമുഖത്തിലും ഗ്വാദ്വാറിലും ബന്ധിപ്പിക്കാനും സാധിക്കും. അപ്പോൾ അങ്ങനെ ബന്ധിപ്പിച്ചു കഴിഞ്ഞാലും അമേരിക്കയ്ക്ക് വലിയ പണിയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ചബഹർ തുറമുഖത്തിന് അമേരിക്ക എന്ത് ചെയ്തത്, ഉടനെ തന്നെ ഉപരോധം ഏർപ്പെടുത്തിയത്. ഗ്വാദ്വാർ തുറമുഖത്തിന്റെ അടുത്ത് ഞങ്ങളൊരു തുറമുഖം നിർമ്മിക്കുമെന്ന് അമേരിക്ക പറഞ്ഞത്. അപ്പം വലിയ രീതിയിലുള്ള കളികളാണ് ഇതിനകത്ത് നടക്കുന്നത്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ താലിബാൻ ബലൂചിസ്ഥാൻ ബോർഡറിൽ വലിയ രീതിയിലുള്ള പെട്രോളിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഈ റെയർ എർത്ത് മെറ്റൽസ് ആരും കൊണ്ടുപോകാതിരിക്കാൻ ഈ ഖരൻ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരുപാട് അതിന്റെ ഇതുണ്ട്. അവിടെ വരുന്ന എല്ലാ വാഹനങ്ങളും താലിബാൻ എന്ത് ചെയ്യാണ്, പരിശോധിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, ബലൂചിസ്ഥാനിലാണ് താലിബാൻ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ബലൂച്ച് ലിബറേഷൻ ആർമിയും താലിബാനും ഒന്നായോ എന്നുള്ളൊരു ചോദ്യം കൂടെ എനിക്കുണ്ട്. അപ്പോൾ വളരെ വലിയ രീതിയിലുള്ള സംഭവമാണ് ഇവിടെ നടക്കുന്നത്. എന്ത് തോന്നുന്നു, ഈ സംഭവങ്ങൾ അമേരിക്കയ്ക്ക് ഈ യുദ്ധത്തിൽ ഇതൊരു പുതിയൊരു പോർമുഖമാണ്. ഈ പോർമുഖത്തിൽ അമേരിക്കയ്ക്ക് വിജയിക്കാനായി സാധിക്കുമോ? അഫ്ഗാനിസ്ഥാനെ സ്റ്റെബിലൈസ് ചെയ്ത് അല്ലെങ്കിൽ ഡീസ്റ്റെബിലൈസ് ചെയ്യണം. അഫ്ഗാനിസ്ഥാനെ ഡീസ്റ്റെബിലൈസ് ചെയ്താൽ മാത്രമേ ബലൂചിസ്ഥാനിലേക്ക് വരാൻ പറ്റൂ. അപ്പൊ അതിനുള്ള വഴിയാണ് ആദ്യം അമേരിക്ക നോക്കുന്നത്. സൗദി ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. എന്ത് തോന്നുന്നു ഈ കാര്യത്തിൽ? മൊത്തത്തിൽ ഒരു ജഗപുകയാണ് കാര്യങ്ങൾ. ഇത് ശരിക്കും പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ ഇന്ന് പഴയ അഫ്ഗാനിസ്ഥാൻ അല്ല. ശരിയാണ്, അവരെ നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ദരിദ്ര രാജ്യമാണ്, ഗോതമ്പില്ല, മറ്റു പല കാര്യങ്ങളില്ല, ദരിദ്ര രാജ്യമാണെങ്കിലും. പക്ഷേ ഇന്ന് അവരുടെ പിന്നിൽ വലിയ രാജ്യങ്ങളുണ്ട്. ഇന്ത്യയുണ്ട്, ചൈനയുണ്ട്, റഷ്യയുണ്ട്. കാരണം അഫ്ഗാനിസ്ഥാൻ ഈ റെയർ മെറ്റൽസിന്റെ ഒരു വലിയ ഖനിയാണ്. ഒപ്പം തന്നെ ബലൂചിസ്ഥാനും അതിനേക്കാൾ വലിയൊരു ഖനിയാണ്. ഇതാണ് ഇനിയിപ്പോൾ ലോകത്തിന് നടക്കാൻ പോകുന്ന ഒരു പോരാട്ടം. ഈ എണ്ണയ്ക്കും മാത്രമല്ല, ഇതിനൊക്കെയുള്ള റെയർ മെറ്റൽസിന് വേണ്ടിയിട്ട്. കാരണം ഇപ്പോഴത്തെ എല്ലാ കാര്യങ്ങളും ഈ റെയർ മെറ്റൽസ് ഇല്ലെങ്കിൽ നടക്കില്ലാത്തൊരവസ്ഥയാണ്. വാഹനം പോലും ഓടില്ല, അല്ലെങ്കിൽ വാഹനം പോലും പുതിയതായിട്ട് ഇറങ്ങാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് ഇവിടുത്തെ യുദ്ധവിമാനമായാലും മറ്റുള്ള കാര്യങ്ങൾ, മിസൈൽസ് ആയാലും എല്ലാം വരുന്ന ഒരു കാര്യം. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മൾ ഈ ബലൂചിസ്ഥാനിൽ ആക്രമണം ഘടിപ്പിക്കുന്നത്. കാരണം അവിടെ ഈ ഇപ്പൊ ചൈനയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെയും കൂടെ ഒരു കൺട്രോളിൽ നിൽക്കുന്ന ഒരു ബലൂചിസ്ഥാൻ വരുന്ന അവർക്കും ഇഷ്ടമാണ്, താല്പര്യമുള്ളൊരു കേസാണ്. കാരണം അവർക്കും അവിടെ ഖനനം നടത്താൻ പറ്റും. ഒരു പക്ഷേ ഇന്ത്യയും ചൈനയും തമ്മിൽ കൈകോർക്കാമെങ്കിൽ വളരെ ഈസി ആയിട്ട് നടക്കും. ഇപ്പോൾ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കും പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം ഈ തെഹരിക്കെ താലിബാന്റെ നമ്മുടെ ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ പേര് മാറ്റിയിട്ടുണ്ട്, പുതിയ പേരൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഇന്ത്യയുടെ ഫിത്ത് ഹൽ ഹിന്ദുസ്ഥാൻ എന്നാണ് ആ സംഘടനയുടെ യഥാർത്ഥ പേരെന്നാണ് പറയുന്നത്. അതായത് ഇന്ത്യൻ സംഘടനയാണ് ഇത്, ബലൂചിസ്ഥാനിൽ പോരാടുന്ന ഇന്ത്യൻ സംഘടനയാണ്. അവരുടെ പേര് ഫിത്ത് ഹിന്ദുസ്ഥാൻ. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന സംഘടന എന്നാണ് അവർ കൊടുത്തിരിക്കുന്ന പേര്. ഇതൊരു തമാശക്കാരില്ല, അവര് ഇങ്ങനെ നമ്മളെ എതിരെയുള്ള ആരോപണമാണ്. ഇനി നമുക്ക് ഈ പൈപ്പ് ലൈനിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് പൈപ്പ് ലൈനുകൾ. ഒന്ന് വളരെ നേരത്തെ നമ്മൾ ആലോചിച്ചിരുന്ന ഈ TAPI എന്ന് പറയുന്ന ആ ഒരു പൈപ്പ് ലൈൻ ആയിരുന്നു. എന്നാൽ നരേന്ദ്രമോദി കയറിയ ശേഷം 2017 നമ്മൾ പുതിയൊരു ലൈൻ കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അണിയറയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് റഷ്യ, ചൈന, മ്യാൻമാർ വഴി നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അവിടെ എത്തി നമ്മളിലേക്ക് എത്തുന്ന ഒരു പൈപ്പ് ലൈൻ. അത് ഇച്ചിരി കോസ്റ്റ് കൂടുതലാണ്. അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പണം കുറച്ചുകൂടെ അധികം വേണം. അത് ചൈന വഴി, റഷ്യയിൽ നിന്ന്, കാരണം റഷ്യ ചൈന ബോർഡർ ഉണ്ട്, അപ്പൊ അതുവഴി കയറി വരികയാണുള്ളത്. മറ്റേത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ധനുഷ് നേരത്തെ സൂചിപ്പിച്ച ആ ഒരു പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കസാഖിസ്ഥാൻ വഴി ഉസ്ബെക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ വഴി പാകിസ്ഥാനിലെത്തി ഇന്ത്യയിലേക്ക് എത്തുക. അപ്പൊ ഇതിനകത്ത് ഉള്ള കസാഖിസ്ഥാനിൽ നിന്നാണ് അമേരിക്ക ഇപ്പോൾ അവരുടെ പൈപ്പ് ലൈൻ പോയിക്കൊണ്ടിരിക്കുന്നത്. റഷ്യയിൽ നിന്നുള്ള ഈ ഓയിലുമാർ എടുക്കുന്നുണ്ടല്ലോ, അമേരിക്ക ഇപ്പോഴും ഈ ഓയിൽ വാങ്ങുന്നുണ്ട് റഷ്യയുടെ കയ്യിൽ നിന്ന്. നമ്മുടെ അടുത്താണ് പറയുന്നത് വേണ്ടെന്ന്. ഇത് കൊണ്ടുപോകുന്നത്, പിടിച്ചിരിക്കുന്നത് രണ്ട് വമ്പൻ അമേരിക്കൻ കമ്പനികളാണ്. ഇവര് കൊണ്ടുപോകുന്ന ഈ കസാഖിസ്ഥാൻ വഴിയാണ്, ഉസ്ബെക്കിസ്ഥാനുണ്ട്, തുർക്ക്മെനിസ്ഥാനുണ്ട്, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ വഴിയാണ് ഇന്ത്യയിലാണ്. അപ്പൊ ഈ രണ്ട് പൈപ്പ് ലൈൻ നമുക്ക് അനിവാര്യമാണ്. മറ്റൊന്ന് നമ്മളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചബാർ തുറമുഖത്തിൽ നിന്ന് ഈ ചരക്കുകൾ അത് നമ്മൾ അഫ്ഗാനിസ്ഥാനിൽ നേരത്തെ തന്നെ പെർമിഷൻ അവരുടെ ചർച്ച നടത്തിയിരുന്നു. അപ്പോ അഫ്ഗാനിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വന്ന് പണിതോളൂ, എല്ലാവിധ പറഞ്ഞല്ലോ, അവർ പരസ്യമായിട്ട് പറഞ്ഞല്ലോ, ചബാർ തുറമുഖത്തിനും ഈ തുറമുഖ പദ്ധതിക്ക് ഞങ്ങൾ എല്ലാവിധ സംരക്ഷണവും കൊടുക്കുന്നു. കാരണം ഈ ചബാർ തുറമുഖത്ത് ചരക്കുകൾ എത്തിച്ചിട്ട് ആ ചരക്കുകൾ അഫ്ഗാൻ വഴി
സെൻട്രൽ ഏഷ്യയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്വപ്നം. അതിനു വേണ്ടിയിട്ട് നമ്മൾ അഫ്ഗാനിസ്ഥാനെ റോഡ് പണിയുന്നുണ്ട്. കാരണം അഫ്ഗാനിസ്ഥാനും ഈ ചരക്ക് അവിടെ എത്തുമ്പോഴും കടന്നു പോകുമ്പോഴും അവർക്ക് കിട്ടുന്ന ഒരു വലിയ ഇൻകമാണ്. അതുകൂടാതെ അവരുടെ ഇൻഫ്രാസ്ട്രക്ചറുകൾ അവിടെ വികസിക്കുന്നുണ്ട്, റോഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വികസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് നിങ്ങൾ പോരെ, ഞങ്ങൾ ഏറ്റു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് സമാനമായിട്ടാണ് വളരെ ധൃതി പിടിച്ചൊരു നീക്കവെപ്പ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം മുത്തക്കി ഇന്ത്യയിലെത്തുന്നു. ഇന്ത്യയിലെത്തുമ്പോൾ അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ടും വിമർശിച്ചുകൊണ്ടും ഒക്കെ പലരും രംഗത്ത് വന്നു. പക്ഷെ അതേ സമയത്ത് തന്നെ റഷ്യയിലും ഒരു മീറ്റിംഗ് നടന്നിരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് താലിബാന്റെ വിദേശകാര്യമന്ത്രി ഇവിടെ എത്തുമ്പോൾ താലിബാന്റെ മറ്റുള്ള ഒഫീഷ്യൽസും മറ്റും റഷ്യയിൽ മോസ്കോയിലും ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതായത് ഇന്ത്യയുടെ ആവശ്യം മുൻപോട്ട് വെക്കുന്നു. ഒപ്പം തന്നെ റഷ്യ പറയുന്നത് നിങ്ങൾക്ക് എന്തും ചെയ്യാം. കാരണം റഷ്യയെ സംബന്ധിച്ച് അവരുടെ ഇന്ത്യൻ അംബാസഡർ കുറച്ച് നാൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു, ഇനി അമേരിക്ക ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇല്ലെങ്കിൽ ഈ റഷ്യയിൽ നിന്ന് വരുന്ന ഇന്ത്യയുടെ എണ്ണക്കപ്പൽ വല്ലതും തടയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വേറെ വഴി കണ്ടിട്ടുണ്ട് എന്നാണ്. വേറെ വഴി എന്ന് വെച്ചാൽ തിരിച്ചടിക്കുമെന്നല്ല, വേറൊരു റൂട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ വേറൊരു റൂട്ടിനെ കുറിച്ച് സംസാരിച്ചു. ചെന്നൈയിൽ വരുന്ന വ്ളാഡിമിർസ്കോ അങ്ങനത്തെ ഒരു റൂട്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ഓർമ്മയിൽ അതാണ്, വ്ളാഡിമിർസ്കോ റൂട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു റൂട്ടുണ്ട്. അതുകൂടാതെ റഷ്യ, ചൈന, മ്യാൻമാർ എന്ന് പറയുന്ന ഒരു റൂട്ടിൽ വേണ്ടിയിട്ട്, പക്ഷെ അത് നമുക്ക് പൈസ വലിയായിട്ട് ചിലവാകും എന്നുള്ളത് കൊണ്ടാണ് അത് മന്ദീഭവിച്ച് നിൽക്കുന്നത്. മറ്റൊന്ന് ഈ റൂട്ടാണ്. ഇവിടെയൊക്കെ നിർണായക കാര്യം, പുതിയതായിട്ട് റൂട്ട് ഇടണ്ട. ഓൾറെഡി റഷ്യയിൽ നിന്ന് കസാഖിസ്ഥാനും ഉസ്ബെക്കിസ്ഥാനും അവിടെ എല്ലാം തന്നെ ഇതുണ്ട്. ഇതെല്ലാം കണക്ട് ചെയ്ത് വരുന്ന ഒരു സാധനമാണ്. ഇനി ഇതിന്റെ മറ്റൊരു റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് പാക് അധിനിവേശ കാശ്മീർ, ഞാൻ എപ്പോഴും പറയും പാക് അധിനിവേശ കാശ്മീർ പിടിക്കുന്നത് എന്തിനാണ്? എല്ലാവരും ചോദിക്കുന്ന അവിടെ 10-55 ലക്ഷം തീവ്രവാദികളില്ല അല്ലേ എന്നൊക്കെയാണ്. പക്ഷെ ഖൈബർ ഇടനാഴിയുണ്ട്, അതിന് വളരെ ഇമ്പോർട്ടന്റ് ഉണ്ട് ഈ ഖൈബർ ഇടനാഴിക്ക്. അത് നമ്മൾ ജിയോ പൊളിറ്റിക്സ് നോക്കണം, ഭൂപടം നോക്കണം. അല്ലാതെ ഈ POK എന്ന് പറയുമ്പോൾ കാശ്മീരിന്റെ മുകളിൽ ചെറിയൊരു കുനുപ്പല്ല, പകരം ഈ ജമ്മു കാശ്മീരിന്റെ മൂന്നിലും ചുറ്റിക്കിടക്കുന്ന ഒരു വലിയ പ്രദേശം തന്നെയാണ്. അപ്പൊ ഈ ഖൈബർ ഇടനാഴി വന്നു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ ഖൈബർ പഖ്തൂൺ പിടിച്ചാലോ ബലൂചിസ്ഥാൻ പിടിച്ചാലോ നമ്മുടെ POKയുമായി ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ പൈപ്പ് ലൈൻ ധനുഷ് നേരത്തെ പറഞ്ഞത് കണക്ക് ഈ പറഞ്ഞ ബലൂചിസ്ഥാൻ സിന്ധു വഴി നേരെ ഇവിടെ എത്തും. ഇനി ഖൈബർ പഖ്തൂൺ മേഖല പിടിച്ചാലും നമുക്ക് എത്തിക്കാൻ പറ്റും. ഈ വരുന്ന താജിക്കിസ്ഥാൻ വഴി നമുക്കിത് കയറ്റി നമ്മളുടെ ഈ ഖൈബർ ഇടനാഴി വരും. ഇവിടെ എല്ലാം നമുക്ക് വേണ്ട ഒരു കാര്യം, ചൈനയുടെ ഒരു സപ്പോർട്ട് നമുക്ക് അനിവാര്യമാണ്. കാരണം ഇതെല്ലാം അവരുടെ ഒരു ഏരിയയിൽ കൂടിയാണ് വരുന്നത്. പക്ഷെ നേരെ സിന്ധു വഴി വരികയാണെങ്കിൽ ചൈനയുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമില്ല. ബലൂചിസ്ഥാൻ സിന്ധു വഴി വരികയാണെങ്കിൽ നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ഏഷ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ച് പറയണമെങ്കിൽ അവരൊരു പൊരിഞ്ഞ പോരാട്ടത്തിലാണ് എന്ന് പറയാം. ഇപ്പൊ നിലവിൽ സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ ചൈനയും ഇന്ത്യയും തമ്മിൽ വലിയ അന്തരമുണ്ട്. $19 ട്രില്യൺ ഒരു സാമ്പത്തിക വ്യവസ്ഥയുമായി ചൈന ഒന്നാം സ്ഥാനത്ത്, നമ്മളൊരു 4.5 എന്നിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നതേ ഉള്ളൂ. 19 നമ്മൾ എത്തണമെങ്കിൽ കുറെ ടൈം എടുക്കും. ഒരു വർഷം മിനിമം ഒരു 10 വർഷത്തെ കൊണ്ട് നമുക്ക് ചിലപ്പോൾ ഒരു 10 ട്രില്യനോ അല്ലെങ്കിൽ 12 ട്രില്യനോ ഒക്കെ എത്താൻ പറ്റും. അപ്പൊ ചൈനയും പിന്നെയും വളരുകയല്ലേ, ഈ 19 എന്നുള്ള ചൈന പിന്നെയും വളരുകയാണ്. അപ്പൊ അതിനകത്തൊരു വലിയ വിഷയം വരുന്നില്ല. പക്ഷെ നമുക്കൊരു സ്പീഡിലുള്ള, ഇന്നിപ്പോ IMF ഒക്കെ അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, സ്പീഡിലുള്ള വളർച്ചയുണ്ട്. അപ്പം ഇന്ത്യയുടെ വളർച്ച തടയുക, ഒപ്പം തന്നെ ഇങ്ങനെ ഒരു ബിസിനസ് കൂടെ വന്നാൽ, അതായത് ഇതിനൊക്കെയുള്ള ഓയിൽ ട്രേഡിങ്ങും അതുപോലെ തന്നെ വാതക ട്രേഡിങ്ങും കൂടെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി അമേരിക്കയ്ക്കുള്ളൊരു അപ്രമാദിത്യം ലോകത്ത് തന്നെ ഇല്ലാതാകും. പ്രത്യേകിച്ച് ഡോളറിനെ അത് ഭയങ്കരമായി തന്നെ ബാധിക്കും. കാരണം ഇവിടെ നടക്കുന്ന കച്ചവടങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പ്രാദേശിക പൈസയിലാണ്. അതായത് രൂപയിലും യാനിലും റൂബിൾസിലും റിയാലിലും ഒക്കെ തന്നെയാണ് ഇപ്പൊ കച്ചവടം നടക്കുന്നത്. അത് കുറച്ചുകൂടി ശക്തമാകും അങ്ങനത്തെ കച്ചവടം. കാരണം ഇന്ത്യയിലേക്ക് കൂടുതൽ പെട്രോളും കാര്യങ്ങളും ക്രൂഡോയിലും മറ്റുമൊക്കെ എത്തുക എന്നുണ്ടെങ്കിൽ ഇവിടെ അത് ശുദ്ധീകരിച്ച് നമ്മൾ പല രാജ്യങ്ങൾക്ക് കൊടുക്കും. എന്നിട്ട് നമ്മൾ അവരുടെ അടുത്ത് പറയും, ഒരു കാര്യം ചെയ്യും, ഡോളറും കുന്തോന്നും വേണ്ട, നിങ്ങളുടെ ഏതാ ഉള്ളത്, ഞങ്ങളുടെ ഇന്ന പണമാണുള്ളത്, ഞങ്ങളുടെ രാജ്യത്തിന്റെ പണം, അതിങ്ങന്നേക്ക് നമ്മൾ ഈ രൂപയിലേക്ക് ട്രാൻസാക്ഷൻ ചെയ്യും. നിങ്ങളുടെ പണം ഞങ്ങളുടെ രൂപയിലേക്ക് ട്രാൻസാക്ഷൻ ചെയ്ത് തന്നാൽ മതി, നിങ്ങൾക്ക് ലാഭം ഞങ്ങൾക്ക് ലാഭം, സിമ്പിളാണ് കാര്യം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡോളറിന് വലിയ തിരിച്ചടി ലഭിക്കും. ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഈ സാഹചര്യത്തിലാണ് പാകിസ്ഥാനെ വെച്ചുകൊണ്ട് ഇപ്പോൾ അമേരിക്ക നടത്തുന്ന ഒരു കളി. ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, ഈ അഫ്ഗാനിസ്ഥാനെ അടിക്കുന്നത്. അല്ലാതെ അനുഷ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സത്യമാണ് അക്കാര്യം. അല്ലാതെ ഇതൊരു മതപരമായിട്ടുള്ളതോ ഗോത്രവർഗ്ഗങ്ങൾ തമ്മിലുള്ളതോ അതിർത്തിയൊന്നും ഉള്ളതല്ല. ഇതെന്ന് പറഞ്ഞാൽ പിടിച്ചെടുക്കലിന് വേണ്ടി അമേരിക്കയും സംഘവും നടത്തുന്ന, സൗദിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് നടക്കുന്ന ഒരു നീക്കം. അതിനെ തടയിടുക എന്നുള്ളത് മറുഭാഗത്ത് നീക്കം. രണ്ടു കൂട്ടർക്കും വലിയ സ്വപ്നങ്ങളുണ്ട്. ഇന്ത്യക്കും റഷ്യക്കും ചൈനയ്ക്കും ഒരു വലിയ സ്വപ്നമുണ്ട്, അതേപോലെ അമേരിക്കയ്ക്കും ഒരു സ്വപ്നമുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യമുണ്ട്. അവർക്ക് പ്രത്യേകിച്ച് സ്വപ്നങ്ങളൊന്നും തന്നെ ഇല്ല. അവരുടെ രാജ്യം നിലനിന്ന് പോകണം, പൈസ കിട്ടണം. കാരണം അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭരണാധികാരികൾക്ക് പൈസ വേണ്ട കാര്യമാണല്ലോ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ചൈന പറയുന്ന കേട്ട്, ഈ മുനീർ പോയപ്പോൾ കൊണ്ടുപോയതൊന്നും ഈ റെയർ മെറ്റൽസ് അല്ലായിരുന്നു, വേറെ ചില കല്ലുകളായിരുന്നു, രത്നക്കല്ലുകളായിരുന്നു. ഇപ്പൊ പാക് മാധ്യമങ്ങൾ ഇപ്പൊ പറയുന്നത് ഈ മുനീർ രത്നക്കച്ചവടക്കാരനായി മാറിയെന്ന്. ഇപ്പൊ എന്തോ കുറെ കല്ലുകളാണ് കൊണ്ടുപോയത്, അല്ല റെയർ മെറ്റൽസ് അല്ല എന്നാണ് പറയുന്നത്. ഏതായാലും ഇതാണ് അതിന്റെ ഒരു ജിയോ പൊളിറ്റിക്സ്. ഇപ്പൊ ഈ അഫ്ഗാൻ പാകിസ്ഥാൻ വാറിനെ നമ്മൾ അങ്ങനെ തന്നെ കാണണം.
ഒരുപക്ഷെ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ അമേരിക്കയും പാകിസ്ഥാനും അടക്കം അവരുടെ സഖ്യകക്ഷികൾ ഒരു ഭാഗത്തും, ഇന്ത്യ, റഷ്യ, ചൈന അടക്കമുള്ള രാജ്യങ്ങൾ മറുഭാഗത്തും അണിനിരക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ വരും ദിവസങ്ങളിൽ എന്താണ് അതിന്റെ അപ്ഡേഷൻസ് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്.